ബേസിലിൻ്റെ കിടിലൻ മൂവിയാണ് പൊന്മാൻ. വളരെ റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുള്ളൊരു മൂവിയാണ്. പല സ്ഥലങ്ങളിലും പലർക്കും റിലേറ്റബിൾ ആയിട്ട് തോന്നുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു മൂവിയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ മൂവീനെ പറ്റി പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിനകത്ത് ഒരു വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു സീനിൽ ഇദ്ദേഹം പറയുന്ന ഡയലോഗ് ഒന്ന് കേട്ടു നോക്കാം. എന്റെ സ്വർണ്ണം പറ്റിയത് എന്റെ പെങ്ങള് വിനാശത്തിന്റെ മുമ്പിൽ ഞാൻ കള്ളന് എന്റെ ജീവിതത്തിന്റെ അടുക്കലാണ് അളകി കിടക്കുന്നത്. ഞാനല്ല കാര്യം തൂങ്ങേണ്ടത്. നിന്നെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്ത ചേട്ടത്തേട് കൊണ്ട് തള്ളക്കി കളി കിട്ടും. വിട്ടുകൊടുക്കാതെ പൈസ ചെയ്ത് എന്നെ പോലുള്ളവരെല്ലാം അത് ബാധിക്കുന്നത്. നിനക്കത് മനസ്സിലാവില്ല. ഒരു ഫോൺ കോൾ ചെയ്ത് മുറിയിൽ ഇപ്പൊ ലക്ഷങ്ങൾ എങ്ങനാ? അതാ ക്യാരക്ടർ, വിശ്വാസം. അത് കുത്തുവാളയെന്ന് അജേഷ് ഉണ്ടാക്കിയെടുത്താണ്. അതാ ഇല്ലാതായത്. പറഞ്ഞതെല്ലാം 100% കറക്റ്റാണ്. ഇൻറ്റിഗ്രിറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തിനെസ് എന്ന് പറയുന്നത് നമ്മൾ ഏൺ ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറയാൻ കാര്യം, ഞാൻ മുന്നേ ഇട്ടിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. പക്ഷേ അങ്ങേയറ്റം റീച്ച് പോയിട്ടുണ്ട്. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് വീഡിയോസിൽ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ ഒത്തിരി റീച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ എസ്പെഷ്യലി ഒരു പെർട്ടിക്കുലർ ബുട്ടീക്കിനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് പലരും കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അവർ ആകെപ്പാടെ സ്ട്രെസ്ഡ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് ഒരു സബ്സ്ക്രൈബർ അല്ലായിരിക്കണം, ഒരു വ്യൂവർ കണ്ടിന്യൂ ആയിട്ട് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് റീഫണ്ട് കിട്ടി അല്ലെങ്കിൽ എനിക്ക് പ്രൊഡക്റ്റ് കിട്ടി എന്ന് ആരോ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് അവർക്കൊക്കെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ, എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കിട്ടിയത് എന്നുള്ള രീതിയിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണണമെങ്കിലും ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കമൻസും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവർ ഈ ഒരു പർട്ടിക്കുലർ ബുട്ടീക്ക് ഫ്ലാഷ് സെയിലെന്ന് പറഞ്ഞിട്ടും ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങി വെച്ചിട്ട് അവർക്കത് ഡിസ്പാച്ച് ചെയ്യുന്നില്ല, പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നില്ല, ഒരു അപ്ഡേറ്റും കൊടുക്കുന്നില്ല. ഈ കുട്ടി തന്നെ പറയുന്നത് ഒരു 1000 ടൈംസ് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ്. സോ എനിക്കത് കണ്ടിട്ട് ഐ വാസ് എംപത്തറ്റിക്. അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു 100,000 കോൾ ഞാനും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാനൊരു 1000 റുപ്പീസിൻ്റെ ഒരു കുർത്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനന്ന് ഏൺ ചെയ്യുന്ന സമയമായിരുന്നു. ആൻഡ് വേണമെങ്കിൽ എനിക്കത് വേണ്ട എന്നും വെക്കാമായിരുന്നു. പക്ഷേ നമ്മൾ ഹാർഡായിട്ട് കഷ്ടപ്പെട്ട് ഏൺ ചെയ്യുന്ന ഓരോ രൂപയും വിലപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നമ്മളെ പറ്റിച്ച ഒരാൾ നേടുക എന്ന് പറയുന്നത്, കളഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ തന്നെ കുഴപ്പമില്ല. ഇറ്റ്സ് ലൈക്ക് ഫൂളിങ് അസ്, റൈറ്റ്? നമ്മുടെ കയ്യിൽ നിന്ന് നമുക്കൊരു സാധനം തരാമെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് വെച്ചിട്ട് അത് തരാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിസ്കസ്റ്റിംഗ്, ഐ മസ്റ്റ് സേ. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, ഇതിൻ്റെ ഓണർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഡൂ ദിസ്. ഞാനിതിന് മുന്നേ അവരുടെ പേജ് എടുത്ത് നോക്കിയപ്പോൾ അവർ അത്ര ആക്റ്റീവായിട്ട് വീഡിയോ ഇടുന്നുണ്ടായിരുന്നില്ല. ബട്ട് മാർച്ച് ബിഗിനിങ് വരെ അവരിപ്പോൾ പുതിയ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ദേ ആർ എക്സ്ട്രീംലി കോൺഫിഡൻറ്റ് അബൌട്ട് ദിയർ പ്രൊഡക്ട്സ്. ഐ ഡോണ്ട് നോ അവരത് ഡെലിവറി ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവരെങ്ങനെയാണ് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് പറയുന്നതെന്ന്. ആൻഡ് അവരുടെ കമൻറ്റ് ബോക്സ് ഓഫായിരിക്കും. ഇറ്റ് ഈസ് എ ബിഗ് റെഡ് ഫ്ലാഗ് ഗൈസ്. നിങ്ങൾ കമൻറ്റ്സ് ഓഫായിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നോ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നോ നിങ്ങൾ വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പൈസയാണ്. പിന്നീട് അത് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇവർ കാരണം കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യും, പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്യില്ല. നിങ്ങളൊരു ന്യൂ ഓർഡർ പ്ലേസ് ചെയ്യാൻ ഒരു ന്യൂ നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ ദേ മൈറ്റ് റെസ്പോണ്ട്. അല്ലാതെ നിങ്ങളുടെ ഐഡിയിൽ നിന്നോ നിങ്ങളുടെ നമ്പറിൽ നിന്നോ ഒക്കെ കോൺടാക്ട് ചെയ്താൽ അവർ പിന്നെ എടുക്കുകയില്ല. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഈവൻ നൗ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. അവരെന്നോട് വീഡിയോ റിമൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നു. എനിക്കതിന് കംപ്ലീറ്റ്ലി ഓക്കെ അല്ലായിരുന്നു. കാരണം നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു യൂട്യൂബ് റിവ്യൂ നോക്കും. ഇപ്പം നമുക്കൊരു ട്രസ്റ്റ് വർത്തി ആണോ, ഇപ്പം ഞാൻ അങ്ങനെ നോക്കാറുണ്ട് യൂട്യൂബിൽ വീഡിയോസ്, കാരണം എനിക്ക് പണി കിട്ടിയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റിമൂവ് ചെയ്യാതിരുന്നത്. ഇത്രയൊക്കെ പറയാനൊരു കാര്യം കൂടെ ഉണ്ട്. ഞാനും ഒരു ബുട്ടീക്ക് ഓണറാണ്. ഒരു സാരി ഓൺലൈൻ ഷോപ്പ് ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്. ദ വീനസ് ബുട്ടീക്ക് എന്നാണ് പേര്. നിങ്ങൾക്ക് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും അതിൻ്റെ പ്രസൻസ് കാണാൻ പറ്റും. ആൻഡ് കമൻറ്റ് ബോക്സ് ഇസ് ഓൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ പലരും പർച്ചേസ് ഒപ്പീനിയൻസ് അതിനകത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ മാർക്കറ്റിംഗ് ചെയ്യുകയാണോ എന്ന് വിചാരിക്കരുത്. മാർക്കറ്റിംഗ് അല്ല, പ്രീ ബുക്കിംഗ് ഏർപ്പാടില്ല. നേരത്തെ പൈസ വാങ്ങി വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വെച്ച് ഞാൻ എന്തെങ്കിലും ഡെലിവറി ചെയ്യാം
എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ എനിക്കത് ഞാൻ എപ്പോഴും അപ്പോൾ ഒരു കടക്കാരിയായിട്ട് നിൽക്കേണ്ടി വരും. എനിക്കത് അംഗീകരിക്കാൻ എനിക്കങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ഗോ ചെക്ക് ഔട്ട് മൈ പേജ്. താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. ഓൾവേസ് വെൽക്കം. പിന്നെ ട്രസ്റ്റ് യുവർ ഗട്ട് ഇൻസ്റ്റിങ്. നിങ്ങൾക്ക് തോന്നുവാണ്, നിങ്ങൾക്ക് കുറേ റെഡ് ഫ്ലാഗ്സ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ വാങ്ങിക്കേണ്ടെന്ന് തോന്നിയാൽ വാങ്ങിക്കേണ്ടെന്ന് തന്നെ വെക്കുക. ഓക്കെ, അപ്പോൾ ആ ട്രാപ്പിൽ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് കണക്കാക്കിയാൽ മതി. ആൻഡ് പിന്നെ പറയാനുള്ളത്, പൊന്മാൻ മൂവി അടിപൊളിയാണ്. ഇതൊരു ആൻറ്റി സോഷ്യൽ എലമെൻ്റാണ് ഡൗറി, അതിനെതിരെ സംസാരിക്കുന്നതാണ്. ആൻഡ് കടം വാങ്ങിക്കുന്ന ആളത് തിരിച്ചു കൊടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. പക്ഷേ കടം തന്ന ഒരാൾക്ക് അത് തിരിച്ചു മേടിക്കാൻ പോകുന്നതും പിന്നീട് ശത്രുതയിലെത്തുന്നതും ആ റിലേഷൻ തന്നെ ഇല്ലാതാവുന്നതും ഒക്കെ ഒരു ട്രൂത്താണ്. 10 രൂപയാണ് വാങ്ങിച്ചെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ആ കടം റീപേ ചെയ്ത് നിങ്ങളുടെ ട്രസ്റ്റ് വർത്തിനെസ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ട്രസ്റ്റ് വർത്തി ആണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുമ്പോൾ അവർക്കൊരു ഹെസിറ്റേഷൻ ഉണ്ടാവില്ല പേ ചെയ്യാൻ. ഡു വാച്ച് പൊന്മാൻ. ബേസിൽ ജോസഫിൻ്റെ ഒരു വെർസറ്റൈൽ പെർഫോമൻസ് തന്നെയാണ് ഇതിനകത്തുള്ളത്. അടിപൊളി മൂവിയാണ്. സോ ഐ സജസ്റ്റ് ദിസ് മൂവി.